ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ചയാണ് ഇന്ന് ആരംഭിക്കാനിരിക്കുന്നത്. ഇന്നു മുതൽ 3 ദിവസം ചർച്ചയായിരിക്കും. CPI-യിലെ ഈ ചന്ദ്രശേഖരനായിരിക്കും നന്ദി പ്രമേയം അവതരിപ്പിക്കുക. എന്തായാലും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം മുഴുവനും വായിക്കാത്തതിൽ വലിയ അതൃപ്തി ഭരണമുന്നണിയിലുണ്ട്. ആ സാഹചര്യത്തിൽ നന്ദി പ്രമേയത്തിലും ചർച്ചയിലും ഗവർണറോടുള്ള അതൃപ്തി പ്രതിഫലിക്കുമെന്നതിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ ഗവർണർക്ക് Z+ കാറ്റഗറി സുരക്ഷയുമായി ബന്ധപ്പെട്ട് CRPF-ന്റെ ഉത്തരവ് ഇന്നാണ് ഇറങ്ങുക. അതേസമയം ഗവർണർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന സുരക്ഷ പിൻവലിക്കേണ്ട എന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം. എന്തായാലും ഈ വാർത്തയുടെ വിശദാംശങ്ങളൊക്കെ നൽകാൻ നമ്മളോടൊപ്പം ചേരുന്നത് പ്രശാന്താണ്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും നിയമസഭാ വിശേഷങ്ങളിൽ നിന്ന് തന്നെ ആരംഭിക്കാമെന്ന് തോന്നുന്നു. ഇന്ന് നന്ദിപ്രമേയ ചർച്ചയാണ്. 2 വിഷയങ്ങൾ. ഒന്ന്, നന്ദിപ്രമേയ ചർച്ച ഇന്ന് ആരംഭിക്കാനിരിക്കുന്നു. 2, ഇന്ന് അടിയന്തര പ്രമേയമായിട്ട് പ്രതിപക്ഷം നിശ്ചയിച്ചിരിക്കുന്ന വിഷയം എന്നത് ക്ഷേമ പെൻഷൻ വിഷയമാണ്. അനു, 15ാം കേരള നിയമസഭയുടെ 10ാമത് സമ്മേളനത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത്. ഇന്നത്തെ സമ്മേളനം തുടങ്ങുന്നത് തന്നെ ഈ ഗവർണറുടെ നന്ദി പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് തുടക്കമായിരിക്കും. നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള നന്ദി പ്രമേയ ചർച്ചയോടെയാണ് തുടക്കം ആകുന്നത്. ഇന്നു മുതൽ തന്നെ ഈ സഭയുമായി വിഷയത്തിൽ വളരെ പ്രക്ഷുബ്ധമാവാനുള്ള സാധ്യതയും ഉണ്ട്. അതായത് ഈ ഗവർണർ നയപ്രഖ്യാപനം പൂർത്തിയാക്കാതെ ഇരുന്നൊരു സാഹചര്യമുണ്ട്. അതായത് മുഴുവനും വായിക്കാത്തൊരു സാഹചര്യമുണ്ട്. അതിന്മേൽ പ്രതിപക്ഷങ്ങൾ ഈ വാഗ്വാദം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. അതായത് ഈ പ്രതിപക്ഷം ആരോപിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ഗവർണർ നയപ്രഖ്യാപനം പൂർത്തിയായി വായിക്കാൻ കഴിയാത്തതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് ഗവർണർ സർക്കാർ ഒരു ഒത്തുകളി ഇതിലുണ്ട്. ആ ഒത്തുകളിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായതെന്നടക്കമുള്ള ഒരു ആരോപണം പ്രതിപക്ഷവും ഉന്നയിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ കൂടുതൽ ഒരു വാക്പോരിലേക്കും വാഗ്വാദങ്ങളിലേക്കും എല്ലാം സഭ ഉണ്ടാകും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഒരു ഡസനോളം വിഷയങ്ങൾ ഈ സഭാ സമ്മേളനത്തിൽ ചർച്ചയാക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം അതെല്ലാം ആയുധമാക്കും എന്നുമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് ഈ മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി അടക്കമുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടുള്ള ധൂർത്ത് നിലനിൽക്കുന്നുണ്ട്. മറ്റു വിഷയം നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ടായ പോലീസ് അക്രമങ്ങൾ അല്ലെങ്കിൽ SFI പ്രവർത്തകരുടെ അക്രമങ്ങളെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇതെല്ലാം സഭാ സമ്മേളനത്തിൽ പ്രതിഫലിക്കുകയും അത് ചർച്ചയാകുകയും ഒക്കെ ചെയ്യുമെന്നാണ് നമുക്കറിയാൻ കഴിയും. എന്തായാലും പ്രതിപക്ഷം ഇതെല്ലാം ആയുധമാക്കിക്കൊണ്ടൊരു നീക്കമായിരിക്കും ഇന്ന് നടത്തുന്നത്. അതോടൊപ്പം തന്നെ അതിനെ പ്രതിരോധിക്കുവാനുള്ളൊരു നടപടിയും ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ സഭാ സമ്മേളനം പ്രശാന്ത്, തുടരാം. എന്തെങ്കിലും പൂർണ്ണമായും ഒരു സഭാ പ്രക്ഷുബ്ധത്തിലേക്ക് പോകുവാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു സഭാ സമ്മേളനത്തിനാണ് തുടക്കമാകുന്നത്. അതിൽ ആണ് ഇത്തരത്തിലുള്ള ഈ സംഭവങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഈ വിലക്കയറ്റം അടക്കമുണ്ടാകുന്ന സാഹചര്യമുണ്ട്. സാമ്പത്തികമായിട്ട് തകർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഈ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല സമസ്ത മേഖലകളിലും ഈ വിലക്കയറ്റം പിടിമുറുക്കിയിരിക്കുന്ന ഒരു അവസ്ഥയുമുണ്ട്. ഇത് എല്ലാം പ്രതിപക്ഷം ആയുധമാക്കി എടുക്കുവാനുള്ള സാധ്യതയുമുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് എത്തുമ്പോഴേക്കും സഭ കൂടുതൽ പ്രക്ഷുബ്ധമാകുവാനുള്ള സാധ്യതയുണ്ട്. ഇതിനെ പ്രതിരോധിക്കുവാൻ എന്തായിരിക്കും ഈ ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കുക, അല്ലെങ്കിൽ നടപടി എന്താണ് ഉണ്ടാകുക എന്നാണ് ഇനി നോക്കിക്കാണ്ടത്. മറ്റത് ഏറ്റവും എടുത്തു പറയേണ്ട വിഷയം ഈ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അത് ഇപ്പോഴും തുടരുന്ന സാഹചര്യത്തിൽ അത് കൂടുതൽ ആയുധമാക്കുവാൻ പ്രതിപക്ഷം ഈ വിഷയത്തെ കൂടുതൽ ആയുധമാക്കുവാനുള്ള സാഹചര്യവും ഈ സഭാ കാലയളവിൽ തന്നെ ഉണ്ടാകും. അങ്ങനെ നോക്കുമ്പോൾ ഇത്തരത്തിൽ സഭാ സമ്മേളനങ്ങൾ കൂടുതൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുമുണ്ട്. മറ്റു അടിയന്തര പ്രമേയമായി ഉന്നയിക്കുവാനുള്ള 100 കണക്കിന് വിഷയങ്ങൾ, അതായത് ഇപ്പോൾ തന്നെ ഈ നിരവധി വിഷയങ്ങൾ ഈ അടിയന്തര പ്രമേയമായി ഉന്നയിക്കുവാൻ കൂടി ഉള്ളതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സഭാ നടപടികൾ കൂടുതൽ പ്രക്ഷുബ്ധമാകുവാനും അതുപോലെ തന്നെ പ്രതിപക്ഷം ഇതിനെ ആയുധമാക്കിയെടുക്കുവാനുള്ള സാഹചര്യവും സാധ്യതയുമുണ്ട്. അത് അത്തരമൊരു സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ അത് കൂടുതൽ ഭരണപക്ഷം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കടക്കുകയും ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സഭാ സമ്മേളനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഇന്ന് ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള ഒരു നന്ദി പ്രമേയ ചർച്ചയായിരിക്കും ആദ്യം തുടങ്ങുന്നത്. ആ ചർച്ചയിൽ തന്നെ വിരുദ്ധാഭിപ്രായങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ തന്നെ ഈ പ്രതിപക്ഷത്തിൻ്റെ ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് ഒരു സർക്കാർ ഗവർണർ ഒത്തുകളി എന്ന നിലയിൽ ഒരു
ഒരു അത്തരത്തിലൊരു ഒത്തുകളിയാണ് ഇത്തരത്തിൽ ഈ ഇത്തരത്തിൽ പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായതെന്നതടക്കമുള്ളൊരു ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നതുകൊണ്ട് അതുകൂടി എത്തുമ്പോഴേക്കും അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ കൂടി ഉണ്ടാകുമ്പോഴേക്കും അത് കൂടുതൽ പ്രതിസന്ധിയിലേക്കായിരിക്കും കടക്കുക എന്നാണ് അറിയാൻ കഴിയുന്നതിനും.